ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ശ്രീമോന് വാക്സിൻ എടുത്ത് 1.5 വയസ്സിൻ്റെ. അതുകൊണ്ട് നല്ല മൂഡ് ഓഫാണ്. കാലൊന്നും ശരിക്കും തറയിലൊന്നും കുത്തുന്നില്ലായിരുന്നു, കരച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പം അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്നും കരുതി ഇറങ്ങിയതാണ്. അപ്പം വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നാളെ സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഇച്ചിരി താമസിച്ച് വന്നാലും കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഷവർമ്മ തീർന്നിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഷവർമ്മ കഴിക്കാൻ കയറുവാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് കിട്ടത്തില്ലെന്നറിയാം. അതുകൊണ്ട് പോയപ്പോഴേ കയറി കഴിക്കാനായിട്ട്. അങ്ങനെ കാശിക്കാണെങ്കിൽ കേക്ക് വേണമെന്ന് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്. എനിക്കൊരു ക്രീം കേക്ക് വാങ്ങിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഒരു ഫുള്ളായിട്ട് വാങ്ങിച്ചാൽ അവൻ 2 ദിവസം കൊണ്ട് തീർക്കും. പക്ഷേ ഒരുപാട് കഴിച്ചാലും ശരിയാകത്തില്ല എന്നും കരുതി നമ്മൾ ഒരു പേസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട്, വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ പോയി പറഞ്ഞത് വൈറ്റ് ഫോറസ്റ്റ് ആണ്, വേറെ ഒന്നും അവൻ പറഞ്ഞില്ല. ഏട്ടൻ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അവനോട് നോക്കാൻ പറഞ്ഞ് അവൻ വല്ല കൂടിയതും നോക്കിയിട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവന് വൈറ്റ് ഫോറസ്റ്റ് തന്നെ മതിയെന്ന് പറഞ്ഞു. ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്കും ഹെൽത്ത് അത്ര ഓക്കെ അല്ല 2 ദിവസമായിട്ട്. അതുകൊണ്ടാണ് നല്ല വീഡിയോസൊന്നും ഞാൻ ഇടാഞ്ഞത്. അങ്ങനെ നമ്മുടെ അവനുള്ള വൈറ്റ് ഫോറസ്റ്റ് പേസ്റ്റ് വന്നു. അപ്പോൾ അവനും കൊടുത്തു. ശ്രീമോനും കുറേശ്ശെ എടുത്ത് കൊടുക്കുവാണേ. അപ്പോൾ ജ്യൂസ് കിട്ടിയപ്പോഴത്തേക്ക് ശ്രീമോൻ പപ്പയ്ക്ക് കൊടുക്കുന്നില്ല. ശ്രീമോൻ കുടിയാണ്, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. എറുകണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നോക്കാതെ കാശ് കുടിക്കുന്നത് വേണമെന്നാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ സ്ട്രോ വെച്ച് കൊടുത്തിട്ടൊന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഗ്ലാസ് വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മൾ ഷവർമ്മ വന്നു. അങ്ങനെ ഷവർമ്മയൊക്കെ ഞാനെടുത്ത് കഴിക്കുവാണേ. കാശിക്ക് മതിയായിട്ടുണ്ട്. ഒരു പീസ് കേക്ക് വാങ്ങിച്ചതേ ഉള്ളൂ. അതിൻ്റെ പകുതി പോലും കഴിക്കാൻ വയ്യ അവന്. മതിയായിട്ട് വെച്ചേക്കോ, എനിക്ക് എത്രയും മതി. അതും ജ്യൂസ് കൂടെ കുടിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു, വേണ്ടാന്നൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ലേ, കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഷവർമ്മ കഴിച്ച് കഴിഞ്ഞ് കോഫിയും കുടിച്ചതിന് ശേഷം കഴിച്ചു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കോഫിക്ക് മധുരം തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കുടിച്ചും കഴിച്ചും കഴിഞ്ഞിട്ടാണ് കേക്കിൻ്റെ ബാക്കി കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുവാണ്. നേരെ വി പാർക്കാണ് ലക്ഷ്യം. അവിടെ പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം അവൻ പറയുന്നത് ഒരുപാട് തിരക്കായിരിക്കും അമ്മ, അതുകൊണ്ട് സ്കേറ്റിംഗ് ബോർഡ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ബോർഡ് എടുത്തിട്ടില്ലേ, കാറിൻ്റെ അകത്ത് കിടക്കുവാണ് ബോർഡ്. ഏട്ടൻ പറഞ്ഞ് എടുക്കാൻ, അന്നേരം പറഞ്ഞില്ല ഒരുപാട് ആൾക്കാർ കാണും, അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നില്ല, പകൽ എപ്പോഴേലും വന്ന് ഞാൻ ഓടിച്ചോളാം പപ്പാന്ന് പറഞ്ഞു. സ്കേറ്റിംഗ് സൈക്കിൾ എടുക്കാനാവുന്ന നോക്കി. ഏട്ടൻ സമ്മതിച്ചില്ല. സ്കേറ്റിംഗ് സൈക്കിൾ വെച്ച് ഓടിക്കേണ്ട, ബോർഡ് എടുക്കുവാണെങ്കിൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്കേറ്റിംഗ് ബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ ഇന്ന് ആരും ഇല്ലായിരുന്നു, അത് തന്നെയാണ് സത്യം. അത് നമ്മൾ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പോയതാണോ എന്നും അറിയത്തില്ല. പിന്നെ എല്ലായിടത്തെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വരുമ്പോൾ എല്ലായിടമൊന്നും ഇല്ലായിരുന്നു, 1-2 എണ്ണമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ബോബയുടെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ടീയോ എന്തെങ്കിലും കുടിക്കണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വട്ടം വന്നപ്പോഴും ബോബ തീർന്നിരിക്കുന്നതുകൊണ്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓർത്ത് ആദ്യം ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് കുടിക്കാന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്മിന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഊഞ്ഞാലാടണമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇവൻ മേളിൽ കൂടെ എപ്പോഴോ പോയപ്പോൾ പറഞ്ഞു അവിടെ ഊഞ്ഞാലുണ്ടെന്ന്. ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞു പോയപ്പോൾ ആരോ ആടുന്ന ഇവൻ കണ്ടതാണ്. അപ്പോൾ ഊഞ്ഞാലാടണമെന്നും പറഞ്ഞാണ് വന്നത്. വന്ന സമയത്ത് ഒരു പയ്യൻ ഇരുന്നുകൊണ്ട് കയറാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമത്തിലാണ് വന്നത്. പിന്നെ ആ പുള്ളി അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കാശ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കൊന്ന് ഇറക്കിയപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു കാലിന്. പിന്നെ അവനങ്ങ് ഓക്കെ ആയി. അവന് ഊഞ്ഞാലാടണമെന്നും പറഞ്ഞ് വെള്ളം വെച്ച്. അപ്പോൾ എനിക്കത് ഇരുന്നിട്ട് ഗ്രിപ്പ് കിട്ടുന്നില്ല, അങ്ങ് തന്നെ പോവാണ്. അതൊരു ട്യൂബാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ വെൽഡിങ് ഒക്കെ ചെയ്യത്തില്ലേ, അതിൻ്റെ അകത്ത് വെക്കുന്ന സൈസ് ഒരു ട്യൂബ് വെച്ചാണ് ഇവർ ചെയ്തേക്കുന്നത്. വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ഉറപ്പുമായിരിക്കും അതിന്. പിന്നെ ഞാൻ വെച്ച് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ കുറച്ച് സമയം ശ്രീമോനെ ഇരുത്തി ആട്ടാനൊക്കെ നോക്കി കേട്ടോ. ശരിയായില്ല. കാശിക്കാണെങ്കിൽ അങ്ങ് ആടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നോക്കൊന്ന് കുറച്ച് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് നടക്കാൻ പോയി. ഞാൻ കാശിയോട് പറഞ്ഞു വാ, ഞങ്ങളുടെ കൂടെ വാ, പിന്നെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ആട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവിടോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ അങ്ങ് ഓക്കെ ആയി കേട്ടോ. ശ്രീമോൻ നല്ലതായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമായിരുന്നെങ്കിൽ കാല് പോലും തറയെ കുത്തത്തില്ലായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ മോണിക പാട്ട് കേട്ടതിൻ്റെ തുള്ളക്കമാണ് കേട്ടോ, തുള്ളിക്കൊണ്ട് നിൽക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പാട്ട്. പൊടിവാവയുടെ അപ്പുറമാണ് കാണിക്കുന്നത്.
വീട്ടിലാണെങ്കിലും എനിക്കിപ്പോൾ ഒരു ബിഗ് ബോസ് ഇടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ അതിലൊരു വീഡിയോ കാണാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഫുൾ ടൈം അവന് പാട്ടാണ് വേണം. ഓണം മൂട് മോണികയൊക്കെയാണ് അവന് ഇഷ്ടം കേട്ടോ. പൊടിവാവയ്ക്ക് അടി വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ശ്രീമോനും ഏത് സമയവും ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസാണേ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും നമ്മൾ ഓരോന്ന് കാണുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു ഫ്രണ്ടാണ് അവൻ്റെ അത്. അപ്പോൾ അങ്ങ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാണ്. അങ്ങ് ഷെയ്ക്ക് ഹാൻഡ് വന്നിരിക്കുക, ഓടി നടന്ന് എല്ലാവർക്കും അങ്ങ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാണ്. അതങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് തന്നെ അങ്ങ് ചെയ്യും. അങ്ങനെ ഏട്ടൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുക, കൈ ഞുണ്ടി വെച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏട്ടൻ കൊടുത്തു കഴിയുമ്പോൾ അവന് സന്തോഷമായി. അങ്ങനെ അവൻ പോയോണ്ട് ഡാന്ന് അവനെ വിളിക്കുവാണ്. ഇവനങ്ങ് വലിയ ചേട്ടനാന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. ഡാന്നാ വിളിക്കുന്നത് മൊത്തം. കാശിയെ വിളിക്കുന്നത് പോലെ ആ മോനെ വിളിക്കാൻ പോയതാണ്. അങ്ങനെ അവൻ്റെ പുറകെ ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഏട്ടൻ എൻ്റെ വീഡിയോ ആണ് എടുത്തത്. അപ്പോഴത്തേക്ക് കാശി പറഞ്ഞു, ഞാൻ കുഴഞ്ഞമ്മ എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചതെന്നും പറഞ്ഞ് നമ്മൾ വന്നിട്ട് ഒരു കോഫിയുടെ ആണ് ബോബ ഇത് പറഞ്ഞത്. കോഫി ബോബ എന്നാണ് എൻ്റെ പേര്. നോർമലിന് എത്രയാണ് 129 139 എന്തായാലും റേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച 159 രൂപയാണ്. എല്ലാത്തിനും ആ ഒരു റേറ്റാണ് കേട്ടോ. അത് എന്തുവാ സംഭവം എന്നൊന്നും അറിയണമായിരുന്നു, അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കോഫിയുടെ അതും വാങ്ങിച്ചുകൊണ്ട് നേരെ ഞാൻ കാശിയെ ലക്ഷ്യമാക്കി നടന്നു. കാശിയുടെ കൊടുത്തു. കൊള്ളാമെന്നൊക്കെ വീഡിയോയിൽ കാണിച്ചെങ്കിൽ അവൻ അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കുടിച്ചിട്ട് അവൻ പറഞ്ഞു, ചായയുടെ കൂട്ടിരിക്കുന്നത്. ചായയല്ല, കോഫിയാണ് കേട്ടോ. അതാണ് ബോബ. അവൻ ആ വായി കാണിച്ചില്ലേ, അതാണ് സംഭവം. അത് ഒരു മുന്തിരിയുടെ ഒരു ടേസ്റ്റായിരുന്നു. ഓക്കെ എന്ന് പറയാം. എനിക്കും പിന്നെ എല്ലാം കഴിച്ചിട്ടുള്ളത് കൊണ്ട് അതൊരുപാടുണ്ടായിരുന്നു. കുടിച്ച് തീർക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. കോഫിയുടെ ടേസ്റ്റും ആയിരുന്നല്ലോ. ഒരുപാടുണ്ട് പക്ഷെ കുടിക്കാൻ. നമ്മൾ ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വിശപ്പും മാറും ദാഹവും മാറും. അത് ഒരുപാടുള്ളത് കൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഏട്ടൻ പറഞ്ഞ് നമുക്ക് ശ്രീമോനൊരു ഊഞ്ഞാൽ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അയ്യപ്പയിലോട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഗേറ്റ് അടവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് നടന്ന് പോകാമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ നടന്നിപ്പുറം വന്നപ്പോഴത്തേക്ക് ഏട്ടനും പുറകെ വന്നിട്ടുണ്ട്. സിഗ്നൽ മാറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ അയ്യപ്പയിൽ വന്നു. അയ്യപ്പയിൽ കയറിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്ന ഊഞ്ഞാൽ ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അവർ വേറെ ഒരെണ്ണം കാണിച്ചെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ വേറെ 2-3 സാധനങ്ങളൊക്കെ നോക്കി. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങ് പോരുവാണേ. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോരുവാണ്. ഒരു ചെറിയ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ അയക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.